നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടി വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് യുവാക്കളുടെ വിപ്ലവമാണ് എന്നൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം പറയുന്നത്. ഏത് യുവാക്കളുടെ വിപ്ലവത്തെക്കുറിച്ചാണ് ഇവർ സൂചിപ്പിക്കുന്നത് എന്നറിയില്ല. 49% 11.2 മില്യൺ ഫോളോവേഴ്സുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള 49% ഫോളോവേഴ്സും പാകിസ്ഥാനിൽ നിന്നാണ്. 9% മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. 14% അമേരിക്കയിൽ നിന്നാണ്. 14% ബംഗ്ലാദേശിൽ നിന്നാണ്. UK-യിൽ നിന്ന് 3%, ഓസ്ട്രേലിയയിൽ നിന്ന് 3%, UAE-യിൽ നിന്ന് 2%, സൗദി അറേബ്യയിൽ നിന്ന് 3%, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടി 3%. ഇത്രയും ഫോളോവേഴ്സാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ, അതിൽ പ്രധാനമായും പാകിസ്ഥാനിൽ നിന്നുള്ള 49% ഫോളോവേഴ്സ്. ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഫോളോവേഴ്സിന് ഇന്ത്യയിൽ വന്ന് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? പാകിസ്ഥാനുള്ള യുവത്വത്തിന് ഇന്ത്യയിലെ അധികാര മാറ്റത്തിന് പിന്നിൽ എങ്ങനെയാണ് സ്വാധീന ശക്തിയായി മാറുവാൻ കഴിയുക? ചിലപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അവരുടെ UPA അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഭരിക്കുമ്പോൾ അവരൊരു നിർണായക ശക്തിയായിരിക്കാം. ചിലപ്പോൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ പോലും അവർ അനുമതി കൊടുത്തേക്കാം. LTTE-യൊക്കെ അവർ പുകഴ്ത്തുന്നത് പോലെ, അത്തരത്തിലുള്ള ഭീകരവാദികളെ അവർ പുകഴ്ത്തുന്നത് പോലെ ഇത്തരത്തിൽ പല ചെയ്തികളും അവർ ചെയ്തേക്കാം. മുമ്പ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് വന്ന നമ്മുടെ തലയറുത്ത പട്ടാളക്കാരുണ്ടല്ലോ, ആ പട്ടാളക്കാരുടെ ജഡം നോക്കി പുച്ഛിച്ചുകൊണ്ട് മാറ്റിയിട്ട ചില നേതാക്കന്മാരുണ്ട്. അവരിന്ന് വീടുകളിലാണ്, ചില നേതാക്കന്മാരെല്ലാവരും തന്നെ. എന്നാലും അത്തരത്തിലുള്ള സ്വഭാവവുമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെ പല്ലിളിക്കുന്ന ആൾക്കാരായി മാറരുത് ഇന്ത്യയുടെ പ്രതിപക്ഷം. ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതിന് വലിയ ശക്തിയുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷമാണ് ഭാരതത്തിന് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ എങ്ങനെയും ഭരണപക്ഷത്തെ തകർത്തിടുക, അത് രാജ്യം തകർന്നു വീണാൽ പോലും ഞങ്ങൾക്ക് അധികാരത്തിൽ എത്തണം എന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ ഭ്രാന്തൻ ആശയങ്ങൾ മാത്രമാണ് ഈ തരത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളെ, ഓൺലൈൻ ആക്ടിവിസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഏറ്റവും നെറികെട്ട രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇത് എൻ്റെ വാക്കുകൾ അതിരുവിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ദിസ് മോർ ദാൻ എ റെട്ടറിക്സ്. ഇറ്റ്സ് എ വേർഡ്സ് ഫ്രം ഹാർഡ്കോർ നാഷണലിസ്റ്റ്, ഹാർഡ്കോർ മീഡിയ പേഴ്സൺ. ഇതിനെതിരെ ഒന്നും പറയാതിരിക്കുവാൻ, സൗമ്യമായ ഭാഷയിൽ പ്രതികരിക്കുവാൻ സാധ്യമല്ല, ഒരു കാരണവശാലും സാധ്യമല്ല. അത്രമേൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ. പാകിസ്ഥാൻ എന്നുള്ള യുവാക്കൾക്ക് ഇന്ത്യയിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? ഭാരതത്തിനകത്ത് ഒരു വീടിൻ്റെ കാര്യം സങ്കല്പിക്കുക. അയൽപക്കത്ത് ഒരാൾ നിന്നുകൊണ്ട് അയാളുടെ വീടിനെ കുറ്റം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സാമൂഹ്യ ദ്രോഹികളായ അയൽക്കാരുണ്ടെങ്കിൽ അവർ അതിനെ നോക്കി നിന്ന് ചിരിക്കും, ചിലപ്പോൾ അത് സപ്പോർട്ട് ചെയ്യും. അയൽപക്കക്കാരന് എന്ത് കുറ്റം സംഭവിച്ചാലും, എന്തൊക്കെ സംഭവിച്ചാലും അതിൽ ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, ചില ഭീകരവാദികളുണ്ട്. അതുമാത്രമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സപ്പോർട്ടേഴ്സ്. അതല്ലാതെ മറ്റൊരു യുവാക്കളുടെ സംഘടനയുമല്ല, യുവാക്കളുടെ പങ്കാളിത്തവും ഇതിനില്ല. അത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നതിന് പിന്നാലെ പോകുന്ന, ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള രാഷ്ട്രീയ ബോധവുമില്ലാത്ത, രാജ്യത്തെക്കുറിച്ചുള്ള ബോധവുമില്ലാത്ത, രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത ഇത്തരം രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കുക? അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും ഇവരുടെ ആൾക്കാർ ഭാവി പ്രധാനമന്ത്രിമാരായി തുടരുന്നതും. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ചിലപ്പോൾ ശശി തരൂറിനോ രാഹുൽ ഗാന്ധിക്കോ അവരുടെ ഇന്ത്യ മുന്നണിക്കോ ഒക്കെ ഇവരോട് മമതയും സ്നേഹവും ഒക്കെ തോന്നിയിരിക്കാം. പക്ഷേ പാകിസ്ഥാനിലുള്ള ഫോളോവേഴ്സ് കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം ഇത് ഇന്ത്യയാണ്, പരമാധികാര ജനാധിപത്യ ഇന്ത്യയാണ്. ഈ രാജ്യത്ത്, ഈ നാട്ടിലെ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. ഇപ്പോൾ SIR കൂടി നടപ്പിലാക്കിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തൊക്കെ തന്നെ എതിർത്ത് പറഞ്ഞാലും ഈ SIR നടപ്പിലാക്കിയതോടുകൂടി ഭാരതത്തിൽ നിന്നല്ലാത്ത പൗരന്മാർ ഓടി ഒളിച്ചു. SIR പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ 1 കോടിയിലേറെ ബംഗ്ലാദേശികൾ പശ്ചിമബംഗാളിൽ നിന്നടക്കം നാടുവിട്ടു.
അവർക്ക് വേണ്ടി വിടുപണി ചെയ്ത, ഒത്താശ ചെയ്ത മമതാ ബാനർജി ഇപ്പോൾ വീട്ടിലാണ്. മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് മാറ്റി ജനങ്ങൾ പിടിച്ച് കഴുത്തെ കുത്തിയെടുത്ത് പുറത്തു കളഞ്ഞു. തീർന്നില്ല. അവർ നടത്തിയ ഓരോ നീക്കങ്ങളും ജമാഅത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണയോടുകൂടി പശ്ചിമ ബംഗാൾ അവർ നടത്തിയ ഓരോ നീക്കങ്ങളും അന്വേഷിക്കുക തന്നെ ചെയ്യും. കാരണം ഈ നാട്ടിലെ ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് നേരെയാണ് അവരുടെ വിരൽ ചൂണ്ടിയത്. രാമനവമിക്കും ദുർഗാപൂജയ്ക്കും നേരെ അവർ കൈചൂണ്ടി, വിരൽ ചൂണ്ടി. ഈ നാടിൻ്റെ സ്വത്വത്തെ, ഈ നാടിൻ്റെ സാംസ്കാരിക മൂല്യത്തെ ഒക്കെ തകിടം മറിക്കുവാൻ ശ്രമിച്ച ഇത്തരത്തിലുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാർ, ഇവരെയൊക്കെ ഓരോ ആൾക്കാർക്ക് പിന്നിലും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരുടെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും ഇവരൊക്കെ ആരാണ്? അഭിജിത്ത് ദീപ്കെ പോലുള്ള ആൾക്കാർ, ആദിത്യൻ ആനന്ദിനെ പോലുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ ധ്രുവ റാഠിയെ പോലുള്ള ആൾക്കാർ, ഇവരെല്ലാവരും വിദേശത്താണ് ഇരിക്കുന്നത്. ഈ വിദേശത്ത് ഇരുന്നു കൊണ്ട് രാജ്യത്തെ തകർക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഈ നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് അവർക്ക് എന്തൊക്കെ പിന്തുണ കൊടുക്കുന്നു. അവർക്ക് മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോ കാണാൻ ആൾക്കാർ സന്നദ്ധമാകുന്നു, തയ്യാറാകുന്നു. പലരും പലത് പറഞ്ഞാലും ഇതൊക്കെ കാണുവാൻ തയ്യാറാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും ലോകത്തിൻ്റെ പല ഭാഗത്തും. ആ പല ഭാഗത്ത് ഇരിക്കുന്ന എല്ലാവരുടെയും കുറ്റം ഭാരതീയൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ധർമ്മത്തിൻ്റെ ഭൂമിയാണ്. എത്ര വിശ്വംഭവത്തേക നീടം, ലോകമൊരു പക്ഷിക്കൂടായി മാറിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലോകമംഗളത്തെ, ലോകത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന നാടാണ്. ആ നാട്ടിനകത്ത് നിന്നുകൊണ്ടാണ് ഈ നാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ ഈ തരത്തിലുള്ളതായിട്ടുള്ള മോശമായ രീതിയിലുള്ള പ്രവണതകളിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ, അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഒരിക്കലും ഈ നാട്ടിലെ ജനത അതിനെ പിന്തുണയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഈ നാട് ഇപ്പോൾ പുരോഗതിയുടെ പാതയിലാണ്. ഈ നാടിൻ്റെ സ്വത്വത്തെ, ഈ നാടിൻ്റെ സംസ്കാരത്തെ തിരിച്ചറിയുന്ന ആൾക്കാർ ഭരണം നടത്തുന്നതുകൊണ്ട് ഈ നാടിൻ്റെ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമ്മൾ പഠിക്കാതെ മാറ്റിവെച്ച, നമ്മൾ മാറ്റി നിർത്തിയ ചരിത്രം നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ഈ നാടിനെ മുന്നോട്ട് നയിച്ചത്, ഈ നാടിൻ്റെ സിവിലൈസേഷൻ എന്താണെന്ന്. കേവലം 1947 ഉണ്ടായ ഒരു രാജ്യമല്ല ഇത്. 5000-ലേറെ വർഷത്തിൻ്റെ പഴക്കമുള്ള രാജ്യമാണിത്. മോസ്റ്റ് കണ്ടിന്യൂസ് കൾച്ചർ ഇൻ ദ വേൾഡ് എന്ന് എൽ ഭാഷം തൻ്റെ പുസ്തകമായ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ മണ്ണാണിത്. ഏറ്റവും തുടർച്ചയായ ഒരു സംസ്കാരം, യവന സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് ഗ്രീസിന് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ഇങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന് മെസ്സപ്പൊട്ടോമിയയുടെ പിന്തുടർച്ചക്കാർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ഭാരതത്തിന് അത്തരമൊരു ചരിത്രമില്ല. ഭാരതത്തിൻ്റെ സാംസ്കാരികത തുടർച്ചയായിട്ടുള്ള സാംസ്കാരികതയാണ്. ഈ നാടിൻ്റെ സംസ്കാരത്തെ, ഈ നാടിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ടാണ് എത്രയേറെ ശ്രമങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ നാടിൻ്റെ സാംസ്കാരികതയെ മാറ്റി നിർത്തുവാൻ ഈ നാട്ടിലെ ജനതയ്ക്ക് സാധിക്കാത്തത്. എത്രയോ ആയിരക്കണക്കിന് വർഷം, 1000 വർഷത്തോളം ഈ നാട് ഭരിച്ചവർക്ക് കഴിഞ്ഞോ ഭാരതത്തിൻ്റെ ദേശീയ സംസ്കൃതിയെ മാറ്റി നിർത്തുവാൻ, ആ ജനതയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ? മറ്റു പല രാജ്യങ്ങളിലും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആഫ്രിക്കയിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തിന് ഈ ഗൾഫ് മേഖലകളിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈജിപ്തിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തേ ഭാരതത്തിൽ കഴിയാത്തത്? അതാണ് ഈ നാടിൻ്റെ സംസ്കൃതി, അതാണ് ഈ നാടിൻ്റെ സ്വത്വം. അതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. അത് മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കണം ഭാരതത്തിൻ്റെ ഭരണം കൈയാളേണ്ടത്. ഭാരതത്തിൻ്റെ സംസ്കൃതിയെ കുറച്ചൊക്കെ ചില സമയങ്ങളിലൊക്കെ മൂല്യച്യുതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം. പക്ഷേ ആ ധർമ്മത്തെ തിരിച്ചെടുക്കുന്നതും ആ ധർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതുമാണ് ആ നാടിൻ്റെ ചരിത്രം. വന്ദേമാതരത്തെ തള്ളിക്കളയുവാൻ വേണ്ടിയിട്ട് എത്രയേറെ പ്രക്ഷോഭങ്ങളാണ് ഈ നാട്ടിൽ നടത്തിയത്, എത്രയേറെ നീക്കങ്ങളാണ് നടത്തിയത്. 1937 ശേഷം വന്ദേമാതരത്തിൽ 2 സ്റ്റാൻസകൾ മാത്രം ചൊല്ലുവാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടു ആ ഗീതം. ഇന്ന് ചില ചാനലുകളിൽ ഇരുന്നുകൊണ്ട് ചില അവതാരകർ തന്നെ പറയുന്നുണ്ട്, ഇത് എന്തിനാണ് ഇവിടെ ദുർഗയെ പുകഴ്ത്താൻ, ലക്ഷ്മിയെ പുകഴ്ത്താൻ, സരസ്വതിയെ പുകഴ്ത്താനാണോ ഈ നാട്ടിലെ ആൾക്കാർ? അതെ, ഈ നാടിൻ്റെ സ്വത്വം അതാണെങ്കിൽ, ഈ നാടിൻ്റെ സംസ്കൃതി അതാണെങ്കിൽ, ഈ നാടിൻ്റെ ഉപനിഷത്തും ഈ നാടിൻ്റെ ഇതിഹാസവും പേറിക്കൊണ്ടായിരിക്കും ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ മാനബിന്ദുക്കളായിട്ടുള്ള ജനാധിപത്യ മൂല്യം നിറയ്ക്കുന്ന ഓരോ ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ തന്നെ ആയിരിക്കും, അതിന് ഒരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിനെതിരെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ സംസ്കാരം തന്നെ അതിനെ ഓവർകം ചെയ്യുന്ന, ഈ സംസ്കാരം തന്നെ അതിൻ്റെ മുകളിലേക്ക് പറക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കുവാൻ ഈ രാജ്യത്തിന് കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ട്, അത് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. ലോകമിന്ന് നമസ്കാരം പറയുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ലോകം നമസ്കാരം പറയുവാൻ പഠിക്കുന്നുണ്ട്. ലോകമെന്ന് വസുദൈവ കുടുംബകം എന്ന ആശയം പറയുവാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. കാരണം ഈ നാടിൻ്റെ സംസ്കൃതി അത്രമേൽ മികച്ചതാണ് എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള ഇത്തരത്തിലുള്ള പാർട്ടികൾ, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, ഇത്തരത്തിലുള്ളതായ ഓൺലൈൻ ആക്ടിവിസങ്ങൾ, ഇതൊന്നും അധിക നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന പല ആൾക്കാരും ഉണ്ടാകും. പക്ഷേ അവരൊന്നും തന്നെ ജനാധിപത്യത്തിൻ്റെ ഭാഗമേ അല്ല. ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഭാഗധേയമായിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ പൗരന്മാരാണ്. SIR ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടുത്തെ സെൻസസ് എടുത്ത് ഈ നാട്ടിൽ എത്ര പൗരന്മാരുണ്ടോ ആ നാട്ടിലെ പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ അധികാരം കൈയാളുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വരുന്ന ഭീകരവാദികളല്ല ഈ നാട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഈ നാട്ടിലെ പൗരന്മാരാണ്, ഈ നാട്ടിലെ യുവതയാണ്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഭാരതം മുന്നോട്ട് പോയതെന്നും ഇക്കാലത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും. തീർച്ചയായിട്ടും ഇത് വെറും താത്കാലികമായ പ്രതിഭാസമാണ്. കണക്കുകൾ നമ്മുടെ കൺമുന്നിലേക്ക് കളം വരച്ച് കാണിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള പാർട്ടികൾ പല ഭാഗത്തു നിന്നുള്ള ബോട്ട് ഫോളോവേഴ്സിനെ നിറച്ചുകൊണ്ട് ഈ നാടിനെതിരെ നടത്തുവാൻ ശ്രമിക്കുന്നു. ദുർവാറാട്ടി ആദ്യമേ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ആദിത്യൻ ആനന്ദ് പല രീതിയിലുള്ള ടൂൾ കിറ്റുകൾ, അതിനു മുന്നേ കർഷക പ്രക്ഷോഭം എന്ന് പറഞ്ഞുകൊണ്ട് പല ടൂൾ കിറ്റുകളും നമ്മുടെ നാട്ടിലിറങ്ങി. അതെല്ലാം ജനത തള്ളിക്കളഞ്ഞു. ഇതും തള്ളിക്കളയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ കാണുവാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് മറ്റൊരു ന്യൂസിലേക്ക് കൂടി പോകാം, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കാരണം ഇതിൽ ചില വികാരഭരിതമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി നാടിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും മറ്റൊരു വാർത്ത, അതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നീക്കമാണ്. കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ സ്കൂളുകളെ, നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ, സിനിമാ പ്രവർത്തകരെ, കലാമൂല്യമുള്ള എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ചില ജിഹാദി പ്രവർത്തനങ്ങളുണ്ട്. ചില നാർക്കോട്ടിക് ജിഹാദുണ്ട്. ആ നാർക്കോട്ടിക് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രമങ്ങളായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഉണ്ടായതെങ്കിൽ അതിനെയൊക്കെ തച്ചു തകർക്കുന്ന ഒരു നീക്കം ഇതാ ഉണ്ടായിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. ലഹരി മരുന്നുകൾക്ക് നേരെയുള്ള തുറന്ന യുദ്ധം, ലഹരി പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള തുറന്ന യുദ്ധം. സിനിമാ സൈറ്റുകളിൽ, DJ പാർട്ടികളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ നാളത്തെ ഭാവിയുടെ തലച്ചോറുകളിലേക്ക് ഈ മയക്കുമരുന്നുകൾ എത്തിച്ചുകൊണ്ട് അവരെ തകിടം മറിക്കുന്ന, അവരെ ഈ നാടിൽ നിന്ന് ഒന്നുമല്ലാതാക്കി മാറ്റുന്ന അനാർക്കിയൽ വേൾഡിലേക്ക്, ഒരു അരാജകത്വത്തിലേക്ക് അവരെ നയിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്ന ആളായാലും അദ്ദേഹം നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. ആ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. നമ്മുടെ നാട്ടിൽ ഇനി ജിഹാദികൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടാകില്ല. അവരുടെ ഫണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ തലച്ചോറുകളെ തകർക്കുവാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ പോലീസ് തലത്ത് ഒരു കൃത്യമായ രീതിയിലുള്ള അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വളരെ പോസിറ്റീവായ നീക്കം തന്നെയാണ്. ഇനി ജിഹാദികൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടായില്ല. ചിലപ്പോൾ ഘടകകക്ഷികളിൽ ചിലർക്കും ഇരിക്കപ്പുറതി ഉണ്ടാകില്ല. അവരും ചിലപ്പോൾ ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കാം. പക്ഷേ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകാൻ ശ്രമം നടത്തുന്നതിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പുഞ്ചിരിക്കുന്ന ഒരു മുഖം മാത്രമല്ല, വളരെ കൃത്യതയോടുകൂടി, ദൃഢതയോടുകൂടി ഈ തീരുമാനമെടുക്കുവാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടായതിൽ തീർച്ചയായിട്ടും കേരളത്തിന് വലിയ അഭിമാനം തന്നെയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.